ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാർ പൊടീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ചട്ടി ചൂടായതിന് ശേഷം കേട്ടോ, ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി, കാരണം കടുക് പെട്ടെന്ന് കരിഞ്ഞു പോകും, അപ്പോൾ ടേസ്റ്റ് തന്നെ മാറും. ഒരു പിഞ്ച് ജീരകം ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ജീരകം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും പറയുകയാണ്, ചെറിയ ഫ്ലെയിമിലിടുക. അപ്പോൾ ഇതാ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി സാധാരണ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല കളർ കിട്ടും. ഇപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടി ഇല്ല, അതുകൊണ്ട് ഞാൻ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. ഉലുവപ്പൊടി ഇല്ല, ഉലുവയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീരകവും കടുകും ചൂടാക്കുന്ന സമയത്ത് ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കായപ്പൊടി ഇല്ല, കായാണെങ്കിൽ അതുപോലെ തന്നെ കടുകും ജീരകവും ഉലുവയും കായവും കൂടെ കൂട്ടിയിട്ട് ചൂടാക്കിയെടുക്കുക. ശേഷം മുളക് പൊടി ഇടുക. മുളക് പൊടി ഇടുന്നതിന് മുന്നേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ ഒരു ചൂടിൽ മാത്രമേ മുളക് പൊടി ചൂടാക്കിയെടുത്താൽ മതി. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അച്ചാർ പൊടി റെഡി.